ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ പറയുന്നത് ഒരു പുരാണ കഥയാണ്. സൂര്യവംശ രാജാവായ നഹുഷന് ഉണ്ടായ ശാപത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. ദേവേന്ദ്രൻ തൻ്റെ ശത്രുവായിട്ടുള്ള വൃത്രാസുരനെ ഘോരയുദ്ധത്തിൽ വധിക്കുകയുണ്ടായി. അങ്ങനെ ആ വൃത്രാസുരനെ വധിച്ചതിനാൽ ദേവേന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. അപ്പോൾ ഈ ബ്രഹ്മഹത്യാ പാപം അദ്ദേഹത്തിനെ ബാധിച്ചതുകൊണ്ട് ഇന്ദ്രൻ ആരും അറിയാതെ മാനസ സരസിൽ ചെന്നിട്ട് ഒരു താമരപ്പൂവിൻ്റെ ഇതളുകളുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്ദ്രനെ കാണാതെ ദേവന്മാരും വിശേഷിച്ച് ഇന്ദ്രാണിയും, അതായത് ശചീദേവിയും വളരെയധികം വിഷമിക്കുകയുണ്ടായി. അങ്ങനെ സ്വർഗം അനാഥമായി മാറി. സ്വർഗത്തിൽ ഓരോരോ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ഒരു നീർക്കോലിയെപ്പോലെ ആ താമരനാളത്തിൽ മറഞ്ഞിരുന്ന ഇന്ദ്രനെ ഈ താമരയുടെ ദളങ്ങളെല്ലാം വന്ന് മൂടിയത് കൊണ്ട് മറ്റാർക്കും കാണാനും കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലാണ് ഭൂമിയിലുള്ള നഹുഷൻ എന്ന സൂര്യവംശത്തിലെ രാജാവ് 100 അശ്വമേധ യാഗം കഴിച്ച് ഇന്ദ്ര സ്ഥാനത്തിന് ദേവേന്ദ്രനാകാനായിട്ട് അർഹനായി തീർന്നത്. അപ്പം അങ്ങനെ ആ ദേവന്മാരെല്ലാവരും കൂടി ഒരു യോഗമൊക്കെ കൂടി നഹുഷനെ പുതിയ ദേവേന്ദ്രനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ നഹുഷൻ ആ ദേവസ്ത്രീകളുമായിട്ടൊക്കെ നന്ദനോദ്യാനത്തിൽ രമിച്ച് ആർഭാടമായിട്ടുള്ളൊരു ജീവിതം ഒക്കെ നയിച്ചു വരുമ്പോഴാണ് അതിലൊന്നും തൃപ്തി വരാതെ ഈ നഹുഷന്റെ കണ്ണ് പതുക്കെ ഇന്ദ്രന്റെ ഭാര്യയായിട്ടുള്ള ഇന്ദ്രാണിയിൽ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രാണിയാണെങ്കിൽ ഇവിടെ ആ ഭർത്താവിനെ കാണാത്തതിൻ്റെ ആ ഒരു വിരഹ ദുഃഖത്തിൽ ഇരിക്കുന്ന ആ ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ഇന്ദ്രാണിക്ക് ആ നഹുഷന്റെ പുതിയൊരു പെരുമാറ്റ രീതിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചതുമില്ല. അവള് പതുക്കെ ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നിന്റെ നഹുഷനിൽ നിന്നും ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നഹുഷനാണെങ്കിൽ പുതിയതായിട്ട് ആ ഇന്ദ്രനായതിൻ്റെ ആ ഒരു സന്തോഷവും ഒക്കെ, ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ പുതിയ ഇന്ദ്രനായിട്ടുള്ള നഹുഷന് ആ ഇന്ദ്രാണിയുടെ തന്നോടുള്ള ഒരു സമീപനത്തിൽ വളരെയധികം ഒരു അമർഷം തോന്നി. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഇന്ദ്രാണിയെ തൻ്റെ അടുത്തേക്ക് അയച്ചു തരണമെന്ന് ബൃഹസ്പതിയോട് സംസാരിക്കുകയും, അങ്ങനെ ബൃഹസ്പതി ആദ്യം അതിന് ഒരു ഒരു സംസാരിച്ചിട്ട് അതിനകത്തൊരു സമന്വയത്തിലെത്താതിരുന്നപ്പോൾ നഹുഷൻ പറയുകയാണ്, ഇന്ദ്രാണി എൻ്റെ അടുക്ക് വന്നില്ല, ഞാൻ അങ്ങയെ കൊല്ലും എന്ന് പറയുകയാണ്. പക്ഷേ അതിനുശേഷം ധാരാളം മുനിമാര് മഹർഷിമാരെല്ലാവരോടും ചേർന്നിട്ട് ഈ നഹുഷന് ഒരു ഉപദേശമൊക്കെ കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും നഹുഷൻ അതിനകത്ത് തൃപ്തനായില്ല. കാരണം താൻ ഇന്ദ്രനാണ്, അതുകൊണ്ട് ഇന്ദ്രാണി എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു വാശിയിൽ തന്നെ നഹുഷൻ ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നഹുഷൻ ബൃഹസ്പതിയെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ മുനിമാരെയും അവഹേളിച്ചു. അങ്ങനെ ഒടുവിൽ ഈ ഗത്യന്തരമില്ലാതെ ആ മുനിമാർ എല്ലാവരും കൂടി ഇന്ദ്രാണിയെ കൊണ്ടുവരാനായിട്ട് ബൃഹസ്പതിയുടെ ആ അടുക്കിലേക്ക് പോയി. അങ്ങനെ ബൃഹസ്പതി
ഇന്ദ്രാണിക്ക് ഒരു രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുത്തു. അതനുസരിച്ച് അവൾ വന്ന് നഹുഷനോട് പറയുകയാണ്, പ്രഭോ, അങ്ങയുടെ ഭാര്യയാകാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞു തരണമെന്ന് പറയുകയാണ്. നഹുഷൻ പറഞ്ഞു, ശരി, അത് ഞാൻ സമ്മതിച്ചു. ഞാൻ ദേവിയുടെ ഭർത്താവ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവീപ്രസാദം കൊണ്ട് ഇന്ദ്രാണി തന്നെ ഇന്ദ്രനെ കണ്ടുപിടിക്കുകയും എന്നാൽ ഇന്ദ്രൻ ഉടൻ തന്നെ അവളോടൊപ്പം ദേവരാജധാനിയിലേക്ക് വരാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഈ നഹുഷൻ്റെ ശല്യങ്ങളെല്ലാം ഇന്ദ്രാണി അവിടെ ഇന്ദ്രനോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഇന്ദ്രൻ നഹുഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു ബുദ്ധി ഇന്ദ്രാണിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് ഒരിക്കൽ അവൾ നഹുഷനോട് പറയുകയാണ്, പ്രഭോ, സ്ത്രീകൾക്ക് സാധാരണയായിട്ട് കുറച്ച് ആർഭാടവും പ്രതാപവും അതിനകത്തൊക്കെ ഒരു മോഹം ഉള്ള കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് വാഹനങ്ങളോടാണ് കുറച്ച് പ്രിയം. അതുകൊണ്ട് അങ്ങൊരു പല്ലക്കുണ്ടാക്കണം, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പല്ലക്ക്. ഇനി ഈ പല്ലക്ക് വഹിക്കാനായിട്ട് അങ്ങ് ദേവേന്ദ്രനാണല്ലോ, അങ്ങയെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ മനുഷ്യരൊന്നും പോരാ, സാധാരണ ദേവന്മാരൊന്നും പോരാ. മുനിമാര്, ഋഷിമാര് ഒക്കെ തന്നെ ആവട്ടെ അങ്ങയുടെ പല്ലക്ക് വഹിക്കുന്നതിന് വേണ്ടി. അത്ര യോഗ്യത ഉള്ളവർക്കൊക്കെ അങ്ങയുടെ പല്ലക്ക് വഹിക്കാനുള്ള യോഗ്യതയുള്ളൂ. അപ്പം അതുകൊണ്ട് അവർ തന്നെ ആയിക്കോട്ടെ അങ്ങയുടെ പല്ലക്ക് വഹിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മുനിമാര് വഹിക്കുന്ന പല്ലക്കിൽ കയറി ഇരുന്ന് അങ്ങ് എൻ്റെ ഗൃഹത്തിൽ വരണം. അപ്പോൾ ഞാൻ അങ്ങയെ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. നഹുഷൻ പറഞ്ഞ ഇത്രയുള്ള കാര്യം, അത് ഞാൻ സമ്മതിച്ചു, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഞാനാണല്ലോ ഇപ്പോൾ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യൻ മുതലായിട്ടുള്ള ആ മുനിമാരെ കൊണ്ട് പല്ലക്കും ചോപ്പിച്ചു, യാത്രയും ആരംഭിച്ചു. ഈ നഹുഷനാണെങ്കിൽ പല്ലക്കിൻ്റെ അകത്തിരുന്നിട്ട് സ്വപ്നങ്ങൾ കാണുകയാണ്. ഇന്ദ്രാണിയെക്കുറിച്ച്, ശചീദേവിയെക്കുറിച്ച് സ്വപ്നങ്ങളൊക്കെ കാണുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ മുനിമാരുടെ നടപ്പിന് വേഗം പോരാ. അയാള് ഉടൻ തന്നെ സർപ്പ സർപ്പ എന്ന് ശാസിച്ചു. സർപ്പ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലാണ് അതിൻ്റെ അർത്ഥം വേഗം നടക്കൂ എന്നാണ്. അങ്ങനെ മുനിമാര് എത്ര സ്പീഡ് നടന്നിട്ട് അദ്ദേഹത്തിന് വീണ്ടും സർപ്പ എന്ന് പറയുകയാണ്. അപ്പോൾ മുനിമാർ പതുക്കെ ഓടാൻ തുടങ്ങി പല്ലക്കുമായിട്ട്. നഹുഷന് എന്നിട്ടും ആ വേഗമൊന്നും മതിയായില്ല. അപ്പോൾ നഹുഷൻ മുനിമാരുടെ തലയിൽ ചവിട്ടുകയും ഹ്രസ്വനായിട്ടുള്ള, അതായത് ഈ അഗസ്ത്യ മഹർഷിക്ക് പൊക്കം കുറവാണ്, അങ്ങനെ ഹ്രസ്വനായിട്ടുള്ള ആ അഗസ്ത്യ മഹർഷിയെ ചാട്ട കൊണ്ട് അടിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് അദ്ദേഹം ക്ഷമിച്ചു, സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുപിതനായി ദേഷ്യത്തോടുകൂടി അഗസ്ത്യൻ നഹുഷനെ ഇങ്ങനെ ശപിക്കുകയാണ്, നീ ഇപ്പോ സർപ്പ എന്ന് പറഞ്ഞല്ലേ എന്നെ ചവിട്ടിയതും അടിച്ചതുമൊക്കെ, അതുകൊണ്ട് നീ ഒരു മഹാസർപ്പമായി ഈ കാടുകളിലേക്ക് പതിക്കട്ടെ എന്ന് പറയുകയാണ്. നോക്കൂ, ഒരു നിമിഷം കൊണ്ട് ദേവേന്ദ്രനായിരുന്ന നഹുഷന് ഒരു ഉരകമായിട്ട്, ഒരു മഹാസർപ്പമായിട്ട് ഒരു നിമിഷം കൊണ്ട് മാറി. അങ്ങനെ നഹുഷന് അപ്പോഴാണ് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടത്. ഭയപരവേശനായിട്ട് അഗസ്ത്യനെ സ്തുതിച്ച് അദ്ദേഹം പ്രീതിപ്പെടുത്തി, തെറ്റുപറ്റിപ്പോയി മഹർഷി, അങ്ങ് ക്ഷമിക്കണം, അങ്ങയെപ്പോലുള്ള മഹർഷിമാര് ഞങ്ങളെപ്പോലുള്ള അജ്ഞാനികളോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഞങ്ങളോട് ക്ഷമിക്കാനുള്ള ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ധർമ്മപുത്രരുമായിട്ട് കാണാനായിട്ട് ഇടവരുന്ന കാലത്ത് നഹുഷന് വീണ്ടും സ്വർഗപ്രാപ്തി ഉണ്ടാകും എന്ന് ഒരു ശാപമോക്ഷവും അഗസ്ത്യൻ നഹുഷന് കൊടുത്തു. ഉടൻ തന്നെ നഹുഷന് ഒരു ഉഗ്രനായിട്ടുള്ള ഒരു പെരുമ്പാമ്പായിട്ട് മാറി ഹിമാലയത്തിലെ ഒരു മഹാവനത്തിലേക്ക് വീഴപ്പെട്ടു.
ഇത് ദേവീ ഭാഗവതം 8-ാം സർഗത്തിലാണ് ഈ ഭാഗമൊക്കെ വരുന്നത്. അങ്ങനെ പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം ഹിമവൽ പ്രദേശത്തുള്ള യമുനാ നദിയുടെ സമീപത്തുള്ള ഒരു പർവ്വതത്തിൽ എൻ്റെ താഴ്വരയിൽ അവർ എത്തിച്ചേർന്നു. അവിടെയാണെങ്കിലോ ഒരു ഗുഹയുടെ സമീപത്തു കൂടി ഭീമൻ നടന്നു പോകുമ്പോഴാണ് ഭീമനെ ഒരു വലിയൊരു പെരുമ്പാമ്പ് ആക്രമിക്കുന്നതും ഭീമൻ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ചിട്ടും ആ പെരുമ്പാമ്പിൻ്റെ പിടിയിൽ നിന്നും വിട്ടുമാറാനായിട്ട് ഭീമന് കഴിഞ്ഞില്ല. അങ്ങനെ ഭീമൻ ചോദിക്കുകയാണ്, നീ ആരാണ് ഇത്രയും ശക്തനായിട്ടുള്ളത്? എൻ്റെ മുമ്പിൽ വന്നവരാരും എന്നോട് ജയിച്ചു പോയിട്ടില്ല, അപ്പം നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുകയാണ്, ഈ പെരുമ്പാമ്പ് പറയുകയാണ്, തൻ്റെ പൂർവ്വവൃത്താന്തങ്ങൾ മുഴുവൻ ഈ നഹുഷനായിട്ടുള്ള പെരുമ്പാമ്പ് പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം ഭീമനെ അറിയിച്ചു. ആ പെരുമ്പാമ്പ് സൂര്യവംശ രാജാവായ നഹുഷൻ തന്നെ ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ ഭീമന് വലിയ സങ്കടവുമുണ്ടായി. അങ്ങനെ ഭീമനെ അന്വേഷിച്ച് അവിടെ വന്ന ധർമ്മപുത്രർ പെരുമ്പാമ്പുമായിട്ട് സംഭാഷണം നടത്തി. ഉടൻ തന്നെ ആ പൂർവ നിർദ്ദേശമനുസരിച്ച്, അഗസ്ത്യൻ്റെ വാക്കനുസരിച്ച് പെരുമ്പാമ്പിന് ശാപമോക്ഷമുണ്ടായി. സൂര്യവംശ രാജാവായ നഹുഷൻ തന്നെ ആയിത്തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഈ ഭാഗം വരുന്നത് മഹാഭാരതം ഉദ്യോഗപർവം 17-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു ഗുണപാഠമുണ്ട്. നാം ജീവിതത്തിൽ എത്ര ഉയർച്ചയിലെത്തിയാലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നഹുഷന് 100 യാഗം ചെയ്യാൻ പറ്റിയതും ഇന്ദ്ര പദവിക്ക് അർഹനാവുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ദേവേന്ദ്രനായപ്പോൾ എന്തു പറ്റി? തൻ്റെ പൂർവ കർമ്മങ്ങളെല്ലാം മറന്ന്, ധർമ്മ പ്രവൃത്തികളെല്ലാം മറന്ന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. അങ്ങനെ അഹമ്മദിയിൽ യഥാർത്ഥ ദേവേന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദ്രാണിയിൽ, ശചീദേവിയിൽ മോഹമുണ്ടായി. തൻ്റെ ഭാര്യയായിട്ട് വരണം എന്ന് പറഞ്ഞു. താനാണിപ്പോൾ ഇന്ദ്രൻ, അതുകൊണ്ട് ഇന്ദ്രാണിയായിട്ട് ശചീദേവി വേണമെന്ന് വാശി പിടിച്ചു. പക്ഷേ അതിന് അദ്ദേഹം സ്വീകരിച്ചത് വളരെ വലിയ ജ്ഞാനികളായിട്ടുള്ള ഭഗവത് ഭക്തന്മാരുള്ള ഋഷിമാരെ കൊണ്ട് തൻ്റെ പല്ലക്ക് ചുവപ്പിച്ചു. ചുമന്നത് മാത്രമല്ല, അവരെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ശാപവും വാങ്ങി. അപ്പോൾ ജീവിതത്തിൽ ഒരു ഗുണപാഠം, നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും ശരി, നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നന്മയുടെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ തന്നെ ചരിച്ചാൽ നമുക്ക് വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. അല്ലെങ്കിൽ നഹുഷനെ പോലെ നമ്മളും പെരുമ്പാമ്പായി പതിച്ചു പോകും എന്നുള്ളതാണ് ഈ കഥയുടെ സന്ദേശം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്തേ.